വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കി ചക്രമുടിയിൽ റിസോർട്ട് മാഫിയയുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു. മൊട്ടക്കുന്ന് കയ്യേറി നിർമ്മിച്ച റോഡിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചു. ഓഫ് റോഡ് ട്രക്കിംഗ് ലക്ഷ്യം വെച്ചാണ് 2500 ഏക്കറിലധികം വരുന്ന മൊട്ടക്കുന്ന് കയ്യേറിയത്. ചക്രമുടി കുടിയിലെ ആദിവാസികൾ പതിറ്റാണ്ടുകളായി ആരാധന നടത്തിയിരുന്ന ക്ഷേത്രഭൂമിയും കയ്യേറിയാണ് റോഡ് നിർമ്മാണം. അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ ആദിവാസികൾ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റോഡ് അടയ്ക്കുകയും ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ബൈസൺവാലി വില്ലേജിൽ ഒട്ടക്കാട് താവളം സർവേ നമ്പർ 27-1 സ്ഥലത്ത് 2500 ഏക്കർ സ്ഥലം, അതിൽ ഏകദേശം 1.5 കിലോമീറ്റർ സ്ഥലം അനധികൃതമായി കയ്യേറി വഴിവെട്ടി ഓഫ് റോഡ് ടൂറിസത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ സ്ഥലം മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ ഉപയോഗിക്കുന്ന അമ്പലത്തിനോട് ചേർന്ന് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. തിരുവനന്തപുരം മലയൻകീഴ് വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടമൺകടവ് സ്വദേശി വിദ്യയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവ് പ്രശാന്ത് പോലീസ് കസ്റ്റഡിയിലാണ്. ശുചിമുറിയിൽ വിദ്യയെ കണ്ടെത്തുകയായിരുന്നു. 1.5 മാസമായി ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 60 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ഹമീദ് തങ്ങളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കുടുംബം തീർത്ഥാടനത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. ഒരാഴ്ചത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു. കാസർഗോഡ് ക്ഷേത്രത്തിലും കവർച്ച. കുമ്പള നാരായണമംഗലം ചീർമകാവ് ക്ഷേത്രത്തിലെ പഞ്ചലോഹത്തിൽ തീർത്ത പ്രഭാവലയവും 8 പവൻ സ്വർണവും 4 കിലോയോളം വെള്ളി, ഭണ്ഡാരത്തിലെ പണം എന്നിവയാണ് കവർന്നത്. ക്ഷേത്രത്തിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. 1 മാസത്തിനിടെ ജില്ലയിലെ 4 ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നു. ഏറ്റവും ഒടുവിൽ ബേക്കൽ കോട്ടയ്ക്ക് സമീപമുള്ള ഹനുമാൻ ക്ഷേത്രത്തിലായിരുന്നു കവർച്ച. നഗരത്തിലെ 2 സ്കൂളുകളിലും കഴിഞ്ഞ ദിവസം കവർച്ച നടന്നിരുന്നു. മഴക്കാലത്തെ മറയാക്കിയുള്ള മോഷണം പെരുകുകയാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ കോഴിക്കടകളിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതായി കണ്ട കടകൾക്ക് നോട്ടീസ് നൽകി. വില നിയന്ത്രണ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മൊത്തക്കച്ചവടക്കാരുടെ യോഗം കലക്ടർ വിളിച്ചു ചേർത്തു. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക്. വാഹനങ്ങൾ കൂട്ടിയിടിച്ചതും ലോറി കേടായതുമാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ചുരം 9ാം വളവിൽ ഗ്രാനൈറ്റുമായി വന്ന ലോറി കുടുങ്ങുകയായിരുന്നു. ഇതോടെ വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടി മാത്രമാണ് കടന്നുപോയത്. 8ാം വളവിൽ KSRTC ബസ്സിന് പിന്നിൽ പിക്കപ്പ് ഇടിച്ചു. ചുരമിറങ്ങുകയായിരുന്ന പിക്കപ്പാണ് മുന്നിലുണ്ടായിരുന്ന KSRTCക്ക് പിന്നിലിടിച്ചത്. പിന്നിലെത്തി മിനി ലോറി പെട്ടെന്ന് വെട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഓവുചാലിലേക്ക് പതിക്കുകയായിരുന്നു. ഇതോടെ കുരുക്ക് രൂക്ഷമായി. 11:30യോടെയാണ് വാഹനങ്ങൾ നീക്കം ചെയ്തത്. മൂന്നാറിൽ വീണ്ടും പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി. കുറ്റിയാർവാലി എസ്റ്റേറ്റ് മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. മൂന്നാർ കുറ്റിയാർവാലി എസ്റ്റേറ്റ് റോഡിലൂടെ എത്തിയ വാഹനം ആന തടഞ്ഞു. 1 മണിക്കൂർ ആന പരിഭ്രാന്തി പരത്തി. பின்னாடி வருதுன்னு அவார்டுக்கு வந்துட்டு பின்னாடி நான் பாத்துக்கிறேன், நான் ஓட்டிக்கிறேன். ഏലം കാർഷിക ഭൂമി സംബന്ധിച്ച മുഴുവൻ രേഖകളും സമർപ്പിക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ പുതിയ പ്രതിസന്ധിയാകുന്നു. പതിറ്റാണ്ടുകളായി ഏലം കൃഷി ചെയ്യുന്ന മേഖലകൾ വനഭൂമിയാക്കി മാറ്റുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. പാട്ടഭൂമിയിലും പട്ടയഭൂമിയിലുമായി ആയിരക്കണക്കിന് കർഷക കുടുംബങ്ങളാണ് ഏലം കൃഷി ചെയ്തു വരുന്നത്. ഇടുക്കിയിലെ ഏലം കുത്തകപ്പാട്ട ഭൂമി വനഭൂമിയാക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ വൺ എർത്ത് വൺ ലൈഫ് 2002 സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. 2,15,720 ഏക്കർ ഭൂമി വനനിയമത്തിന്റെ പരിധിയിൽ വരുത്തണമെന്നായിരുന്നു ആവശ്യം. 2005 സംയുക്ത റിപ്പോർട്ടിൽ 334 ചതുരശ്ര മൈൽ വരുന്ന ഏലക്കാടുകൾ വനമാണെന്നും കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നിയമവിരുദ്ധമായ പട്ടയ വിതരണവും നടന്നിട്ടുണ്ടെന്നും പരാമർശിച്ചിരുന്നു. ഇതിനെതിരെ 2007 സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകി.
പ്രദേശത്തെ പട്ടണങ്ങൾ, സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് സത്യവാങ്മൂലം നൽകിയത്. കേസിൽ അന്തിമവിധി പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായാണ് അമിക്കസ് ക്യൂറിയുടെ ആവശ്യപ്രകാരം നിലവിലെ സ്ഥിതി സംബന്ധിച്ച വിവരം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വനസംരക്ഷണ നിയമം നിലവിൽ വന്ന 1980 ശേഷം CHR മേഖലയിൽ എത്ര പേർക്ക് പട്ടയം നൽകിയിട്ടുണ്ട്, പാട്ടത്തിന് നൽകിയ ഭൂമി, കൈവശം വച്ചിരിക്കുന്ന ആളുകളുടെ വിവരം, കൈമാറ്റം, പാട്ടം പുതുക്കൽ, തരം മാറ്റവും വിൽപ്പനയും തുടങ്ങിയ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1897 രാജവിളംബരമനുസരിച്ച് 15,720 ഏക്കർ സ്ഥലമാണ് ഏലം കൃഷി ചെയ്യുന്നതിനായി മാറ്റിയത്. നിലവിൽ കാർഡമം ഹിൽ റിസർവിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിനും മരങ്ങളുടെ സംരക്ഷണം വനം വകുപ്പിനുമാണ്. കർഷകർക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകാൻ റവന്യൂ, വനം വകുപ്പുകൾക്ക് പകരം ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. തിരുവനന്തപുരം കുറ്റിച്ചലിൽ കോഴിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ RR ടീം സംഘം പിടികൂടി. ചാമുണ്ഡി നഗർ സതീശൻ ആശാരിയുടെ വീട്ടിലാണ് സംഭവം. വീട്ടുകാർ കോഴിക്കൂട് തുറന്നപ്പോഴാണ് പാമ്പിനെ കണ്ടത്. 9 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിന് 20 കിലോയോളം തൂക്കമുണ്ട്. കോഴിക്കൂട്ടിൽ കയറിയ പാമ്പ് 2 കോഴികളെ വിഴുങ്ങുകയും 3 കോഴികളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ കേട്ടണ്ട വെച്ചാൽ കുഴപ്പമില്ല. കോഴിക്കോട് വിലങ്ങാട് ഓട്ടോ തീവെച്ച് നശിപ്പിച്ചു. അടുപ്പിൽ കോളനിയിൽ നിഷാദിന്റെ ഓട്ടോറിക്ഷയാണ് തീവെച്ച് നശിപ്പിച്ചത്. റോഡരികിലെ ഷെഡിൽ നിർത്തിയിട്ടതായിരുന്നു ഓട്ടോറിക്ഷ. വളയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. താഴത്ത് കടേൻ്റെ അവിടെ ഇരിക്കുന്നത് അവരെല്ലാവരും ഒച്ചയിട്ടിട്ടാണ് വാങ്ങി വന്നത്. ഓരോ ലൈറ്റും കാര്യങ്ങളും കേട്ടാലും ഇങ്ങോട്ട് വന്നത്. ഞാൻ വരുമ്പോഴത്തേനും ഇപ്പുറത്തെ വീട്ടിലെ പൈപ്പിലെ മോട്ടർ അടിച്ചിട്ട് തീ അണയ്ക്കുന്നതാണ് കണ്ടത്. കത്തി നശിച്ചു കഴിഞ്ഞു. ഇട്ടിട്ട വണ്ടി ഉപയോഗിക്കില്ല. പേപ്പർ ഒരു പ്രശ്നമുണ്ട്, കയറ്റിയിട്ട വണ്ടിയാണ്. സഞ്ചാരികൾക്ക് നയന മനോഹര കാഴ്ചയൊരുക്കി ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടങ്ങൾ. 100 കണക്കിന് ഏക്കറിലാണ് മഞ്ഞ വിരിച്ച് സൂര്യകാന്തി പൂക്കൾ സഞ്ചാരികളുടെ മനം കവരുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലൊന്നാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ട. പൂക്കൾക്കൊപ്പം ചിത്രമെടുക്കാനും വില കൊടുത്തു വാങ്ങാനും നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. പാചക എണ്ണ ഉൽപാദനത്തിനാണ് സൂര്യകാന്തി വ്യാപകമായി ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. പൂക്കൾ ഉണങ്ങിയ ശേഷമാണ് ഇവ വിളവെടുക്കുക. നാരുകൾ കൂടുതലുള്ളതിനാൽ പേപ്പർ നിർമ്മാണത്തിനും കാലിത്തീറ്റ മിശ്രിതമായും സൂര്യകാന്തി ഇല ഉപയോഗിക്കുന്നുണ്ട്. സൂര്യകാന്തി പൂക്കളുടെ വിളവെടുപ്പിന് ശേഷം ഓണത്തിനുള്ള പൂക്കൃഷി തുടങ്ങും. ചിലർ തക്കാളി കൃഷി ചെയ്തിരുന്ന വയലുകളിൽ വിളവെടുപ്പിന് ശേഷം ചെണ്ടുമല്ലി പൂക്കളും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സീസൺ അനുകൂലമായാൽ നല്ല വിളവും നല്ല വരുമാനവും ലഭിക്കുമെന്നതിനാൽ ഒട്ടേറെ കർഷകരാണ് സൂര്യകാന്തി കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. രാവിലെ 9 മണിക്ക് മുൻപും വൈകുന്നേരം വെയിൽ ശമിച്ചതിനു ശേഷവുമാണ് പൂക്കൾ വിളവെടുക്കുന്നത്. ഹൈവേയുടെ ഇരുഭാഗങ്ങളിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ ഗുണ്ടൽപേട്ടിലെത്തുന്നവരെ സന്തോഷിപ്പിക്കാതിരിക്കില്ല. ന്യൂസ് 18 കണ്ണൂർ. ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം പെരിന്തൽമണ്ണ SNDP കോളേജ് വിദ്യാർത്ഥികളുടെ ഫണ്ട് റൺ നടത്തി. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ഫണ്ട് റൺ ട്രാഫിക് SI ശങ്കർ നാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജൂബിലി ജംഗ്ഷൻ വരെ വിദ്യാർത്ഥികളും അധ്യാപകരും ഫണ്ട് റണ്ണിന്റെ ഭാഗമായി. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇറങ്ങുന്ന കൊമ്പന്മാരായ കാട്ടാനകളുടെ തദ്ദേശീയർക്ക് മാത്രമല്ല സഞ്ചാരികൾക്ക് പോലും പരിചിതമാണ്. സ്വൈര്യവിഹാരം നടത്തുന്ന കൊമ്പന്മാരുടെ ദൃശ്യങ്ങളും പ്രചരിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മാട്ടുപ്പെട്ടി മേഖലയിൽ വിഹരിക്കുന്ന ഒരു പിടിയാനയും കുട്ടിയാനയുമാണ് കൗതുക കാഴ്ചയാകുന്നത്.
മാട്ടുപ്പെട്ടി മേഖലയിൽ അമ്മയ്ക്കൊപ്പം പിച്ചവെച്ച് നടക്കുകയാണ് കുട്ടിയാന. ഇറക്കമിറങ്ങുന്നതിനിടയിൽ കുട്ടിയാന അടിതെറ്റി വീഴാതിരിക്കാൻ പിടിയാന കരുതലൊരുക്കുന്നുണ്ട്. മൂന്നാർ, മാട്ടുപ്പെട്ടി മേഖലകളിൽ സ്വൈരവിഹാരം നടത്തുന്ന കൊമ്പന്മാരുടെ ദൃശ്യങ്ങൾ സാധാരണ കാഴ്ചയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും സഞ്ചാരം. മാട്ടുപ്പെട്ടിയിലെ ഉൾമേഖലയിലാണ് ആനകളുള്ളത്. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ മേഞ്ഞു നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളും പലപ്പോഴും സഞ്ചാരികൾക്ക് കാഴ്ചയൊരുക്കാറുണ്ട്. ആരാധകർ ഏറെയുള്ള കാട്ടുകൊമ്പൻ പടയപ്പയും ഇടയ്ക്കൊക്കെ മാട്ടുപ്പെട്ടി മേഖലയിൽ തീറ്റ തേടിയെത്താറുണ്ട്. ന്യൂസ് 18 മാട്ടുപ്പെട്ടി. കാർഷിക കേരളം. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളനിലമായിരിക്കുകയാണ് മലപ്പുറത്തെ ഉമ്മർകുട്ടിയുടെ കൃഷിയിടം. 3.5 ഏക്കറിലാണ് കൃഷി. മൊട്ടക്കുന്നിലാണ് കൃഷിയുടെ വിജയഗാഥ ഉമ്മൻകുട്ടി തീർക്കുന്നത്. മലപ്പുറം വറ്റലൂർ പെരുന്നംപറമ്പിലാണ് ഉമ്മർകുട്ടിയുടെ കൃഷി. 3.5 ഏക്കറിൽ വിളവെടുപ്പിന് പാകമായി 40ഓളം വ്യത്യസ്ത ഇനം ഡ്രാഗൺ ഫ്രൂട്ടുകൾ. 1 ഏക്കറിൽ ചുരുങ്ങിയത് 1700 തൈകൾ വരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 2012ലാണ് ഉമ്മർകുട്ടി നാട്ടിലെത്തുന്നത്. ചെങ്കൽ ഖനനം കഴിഞ്ഞ 3.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള ഒരുക്കം തുടങ്ങി. വെള്ളരി കൃഷിയാണ് തുടങ്ങിയത്. ആദ്യമൊക്കെ ലാഭമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നഷ്ടമായി. ഇതോടെ റെഡ് ലേഡി പപ്പായയിലേക്ക് തിരിഞ്ഞു. 2 വർഷം പപ്പായ കൃഷി ചെയ്തു. എന്നാൽ വേനൽക്കാലത്ത് വെള്ളം പ്രശ്നമായി. അങ്ങനെയാണ് ഡ്രാഗൺ കൃഷിയിലേക്ക് എത്തിയത്. ഇത് മലപ്പുറം ജില്ലയിലെ മക്കർപറമ്പിനും പടപ്പറമ്പിനും ഇടയിലായിട്ട് പൊരുന്നംപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഈ ഫാം, ഗ്രീൻ വാലി ഡ്രാഗൺ ഫ്രൂട്ട് ഫാം. ഇത് ഏതാണ്ട് ഒരു 3.5 ഏക്കറിലാണ് കവർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏതാണ്ട് ഒരു 45ഓളം വെറൈറ്റികളായിട്ട് ഡ്രാഗൺ കൃഷി ചെയ്തിട്ടുണ്ട്. ഇക്വഡോർ, ഹവായി, മലേഷ്യ, കൊളംബിയ തുടങ്ങിയ 15 രാജ്യങ്ങളിൽ നിന്നുള്ള തൈകൾ കൊണ്ടുവന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വിളവുണ്ടാകുന്ന ചെടികൾ കണ്ടെത്തി ആ ഇനം തൈകൾ കൂടുതൽ എത്തിക്കുകയായിരുന്നു. ഒറ്റത്തവണ നട്ടാൽ 25 വർഷം വരെ ഒരു ചെടിയിൽ നിന്ന് വിളവ് ലഭിക്കും. ചെടി നട്ട നന്നായി പരിചരിച്ചാൽ 2 വർഷം കൊണ്ട് വിളവെടുക്കാം. പൂർണ്ണമായും ജൈവകൃഷിയാണ് ഉമ്മർകുട്ടി നടത്തുന്നത്. ജൈവവള നിർമ്മാണ യൂണിറ്റും ഫാമിലുണ്ട്. ന്യൂസ് 18 തിരൂർ. പ്രശസ്തമായ പാലക്കാട് വാണിയംകുളം കാലിച്ചന്തയിൽ ഇത്തവണ നടന്നത് റെക്കോർഡ് കച്ചവടം. ചന്ത ദിവസമായി വ്യാഴാഴ്ച 4 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് സാധ്യമായത്. ബലിപെരുന്നാളിന് മുന്നോടിയായുള്ള ചന്തയായതിനാൽ ലേലം വിളിയും കച്ചവടവും തകൃതിയായി നടന്നു. കാലിക്കച്ചവടത്തിൽ പ്രശസ്തമാണ് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ചന്ത. പണ്ടുകാലത്ത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സർവ്വസാധനങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു. എന്നാൽ ഇന്ന് കാലിക്കച്ചവടമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. ചന്ത ദിവസങ്ങളിൽ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള പറമ്പിൽ സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത തിരക്കാണ്. എല്ലാ വർഷവും പെരുന്നാളിനനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കോടികളുടെ കച്ചവടമാണ് ഇവിടെ നടക്കാറുള്ളത്. ഇത്തവണ ബലിപെരുന്നാളിന് മുമ്പായി നടന്ന ചന്തയിലും താരതമ്യേന നല്ല കച്ചവടം നടന്നതിന്റെ സന്തോഷത്തിലാണ് കച്ചവടക്കാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികളുടെ വരവ് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. ഇറച്ചിവില 400 രൂപയിലധികമായെങ്കിലും കന്നുകാലി കച്ചവടം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നടന്നതായി വ്യാപാരികൾ പറയുന്നു. നല്ല നിലക്ക് പോകുന്നുണ്ട്, നല്ല റേറ്റാണ്. കണ്ടമാനം ജനങ്ങൾ വന്നിട്ടുണ്ട് പ്രാവശ്യം കച്ചവടത്തിന്. ഇങ്ങനെ ഒരു 400 റേറ്റ് ഇപ്പോൾ നിലവിൽ ഞങ്ങളെ കാരണം നിലവിൽ 400 റേറ്റ്. ഇതര സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ഒറീസ, ആന്ധ്ര, ഹൈദരാബാദ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള 50ഓളം ലോഡ് കന്നുകാലികളെയാണ് ഇത്തവണ ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചത്. വിൽപ്പനയ്ക്കായി എത്തിച്ചതിൽ നാടൻ കന്നുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകൾ കുറഞ്ഞതോടെ നാടൻ കന്നുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ന്യൂസ് 18 പട്ടാമ്പി. ഇടവേള. കാസർഗോഡ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് നേരെ UDF ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഭരണസമിതി അംഗങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണ് UDF നടത്തുന്നതെന്ന് ഇടതുപക്ഷ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ആംബുലൻസ് ഷെഡ് നിർമ്മാണം, കാറ്റാടി വനവൽക്കരണം തുടങ്ങിയ പദ്ധതികളിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് UDF പഞ്ചായത്ത് കമ്മിറ്റി വലിയപറമ്പ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് UDF ഉന്നയിച്ചത്. പിന്നാലെയാണ് വിശദീകരണം. ഒറ്റമുറി ഷെഡ് നിർമ്മിക്കാൻ 6 ലക്ഷം രൂപ വകയിരുത്തി പോയി. 2 മുറി വീടിൽ 600ഓളം സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ നൽകുന്നത് കേവലം 4 ലക്ഷം രൂപയാണ്.
ആ 4 ലക്ഷം രൂപ കൊണ്ട് അതിസുന്ദരമായ ഒരു വീട് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അവിടെയാണ് 6 ലക്ഷം രൂപ വകയിരുത്തി ഒരു വണ്ടി വാഹനം പാർക്ക് ചെയ്യാൻ, പഞ്ചായത്തിന്റെ ഒരു ആംബുലൻസ് പാർക്ക് ചെയ്യാൻ 6 ലക്ഷം രൂപ ചെലവഴിച്ചത് എന്ന് പറയുമ്പോൾ ആരാണ് മുഖത്ത് വിരൽ വെച്ച് പോകാത്തത്? വികസന നേട്ടങ്ങൾ താറടിച്ചു കാണിക്കാനാണ് ശ്രമം. സർക്കാർ നിശ്ചയിച്ച തുക പ്രകാരം എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് നിർമ്മാണം. GST ഉൾപ്പെടെ 5,04,175 രൂപയാണ് നിർമ്മാണ ചെലവ്. ഇതിൽ കരാറുകാരന് 4 ലക്ഷത്തോളം രൂപയാണ് ലഭിക്കുക. കാറ്റാടിമരം വെച്ചുപിടിപ്പിച്ചുകൊണ്ടുള്ള തീരസംരക്ഷണ പദ്ധതിക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കാനാണെന്നും VV സജീവൻ കുറ്റപ്പെടുത്തി. ന്യൂസ് 18 വലിയപറമ്പ. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കം. കൃഷിവകുപ്പിന് കീഴിലുള്ള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ കേരളശ്രീ വിപണനശാലയിൽ ഈ ഞാറ്റുവേലക്കാലം സാമ്പാർ ചലഞ്ചാണ് ഒരുക്കുന്നത്. ഈ ഓണത്തിന് സ്വന്തം വീട്ടുവളപ്പിലോ മട്ടുപാവിലോ കൃഷി ചെയ്യുന്ന ഈ ഓണത്തിന് സ്വന്തം വീട്ടുവളപ്പിലോ മട്ടുപ്പാവിലോ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് വേണം സാമ്പാർ ഉണ്ടാക്കാൻ. തൃശൂർ ഡിവിഷണൽ എഞ്ചിനീയർ PR സുരേഷ് കുമാർ, കേരളശ്രീ വിപണനശാലയിലെ അസിസ്റ്റന്റ് മാനേജർ KS അനിൽ, സ്റ്റാഫ് ക്ലബ് അംഗങ്ങളായ ജസ്റ്റിൻ, സാംജോ, സുഭാഷിണി, ഇന്ദുലേഖ എന്നിവർ നേതൃത്വം നൽകും. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് 14 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം KT അജ്മൽ. ടൗൺ സ്ക്വയറിൽ നടന്ന സ്നേഹസ്പർശം പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. 513 ഭിന്നശേഷി കുട്ടികൾക്ക് ഇലക്ട്രോണിക് വീൽചെയർ, നോർമൽ വീൽചെയർ, സ്റ്റാറ്റിക് സൈക്കിളുകൾ, ട്രെഡ്മില്ലുകൾ അടക്കമുള്ളവയാണ് നൽകിയത്. കേട്ടറിഞ്ഞ കഥ നാടകമായി മുന്നിലെത്തിയപ്പോൾ കുട്ടികൾ സങ്കടപ്പെട്ടുപോയി. രവീന്ദ്രനാഥ ടാഗോറിന്റെ കാബൂളിവാലയാണ് വടകര ടൗൺ ഹാളിൽ അവതരിപ്പിച്ചത്. മിനി എന്ന പെൺകുട്ടിയുടെയും കാബൂളിവാലയുടെയും ബന്ധത്തിന്റെ കഥയാണ് നാടകമായി എത്തിയത്. പാഠപുസ്തകത്തിലും പറഞ്ഞും കേട്ടും പരിചയിച്ച കഥയെ പൊതുവേദിയിലേക്ക് പകർത്തിയപ്പോൾ നാടകം ഒരു നൊമ്പര കാഴ്ചയായി. കാബൂളിവാലയായി ബാബുരാജ് അറക്കിലാടും മിനിമോളായി അഭിരാമിയും അരങ്ങിലെത്തി. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കഥ, ടാഗോറിൻ്റെ മഹാനായ ടാഗോറിൻ്റെ കാബൂളിവാല എന്നുള്ള കഥ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ കഥയെ നാടകത്തിൻ്റെ രൂപത്തിൽ മാറ്റി അത് കുട്ടികളുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ കുട്ടികൾ അത് ഓഡിയൻസായി നിന്നുകൊണ്ട് നാടകം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഈ കുട്ടികളുടെ നാടകം അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് കുട്ടികൾ കാണുന്നില്ല, കുട്ടികൾ കാണാതെ ഇരിക്കലാണ്. യുവജനോത്സവങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ ഓഡിയൻസ് ഇല്ലാതെ, പക്ഷേ ഇവിടെ കുട്ടികൾക്ക് തന്നെ ഓഡിയൻസായി നിന്നുകൊണ്ട് ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ നാടകമാക്കി അത് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ചോദ്യങ്ങളിലൂടെ അവൾ വളർന്ന് വലിയൊരു പെൺകുട്ടിയായിരിക്കുന്നു. വടകര നഗരസഭയുടെ നേതൃത്വത്തിലാണ് നാടകം അരങ്ങിലെത്തിയത്. സുരേഷ് ബാബു ശ്രീസ്തയാണ് നാടക രൂപാന്തരണം നടത്തിയത്. മനോജ് നാരായണനാണ് സംവിധായകൻ. വിദ്യാർത്ഥികൾക്കായും പൊതുജനങ്ങൾക്കായും 2 പ്രദർശനം വീതമാണ് നടത്തിയത്. ന്യൂസ് 18 വടകര. പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സ്കൂളുകളിലെ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം പേരൂർക്കട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അട്ടപ്പാടിയിൽ വീണ്ടും ഗർഭസ്ഥ ശിശു മരണം. പുതൂർ പഞ്ചായത്തിലെ കോണംകുത്തി ഊരിലെ സെൽവിയുടെയും മണികണ്ഠന്റെയും കുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞിന് 7 മാസം വളർച്ചയെത്തിയിരുന്നു. പതിവ് പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കുഞ്ഞിന് അനക്കമില്ലെന്ന് കണ്ടെത്തിയത്. സെൽവിക്ക് രക്തക്കുറവ് ഉണ്ടായിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് കൊച്ചി കോതാട് ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. മൂലമ്പള്ളി സ്വദേശി സാൽട്ടനാണ് മരിച്ചത്. തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് പിന്നാലെ വന്ന ലോറിക്കടിയിൽപ്പെടുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരിച്ചു. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. നവമി ദിനേശിന്റെ റിപ്പോർട്ട്.
കളമശ്ശേരിയിൽ നിന്നും ബോൾഗാട്ടിയിലേക്ക് പോകുന്ന വഴിയുള്ള കണ്ടെയ്നർ റോഡ് കോതാട് എന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നത്. ബൈക്കിൽ വരികയായിരുന്ന യുവാവ് മൂലമ്പള്ളി സ്വദേശി സാൾട്ടൻ 21 വയസ്സാണ്. സാൾട്ടന്റെ ബൈക്കിന് മുന്നിലേക്ക് ഒരു നായ വട്ടം ചാടി. ഈ ബൈക്കില് നായ ഇടിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ഈ സമയത്ത് റോഡിലേക്ക് തെറിച്ചു വീണ സാൾട്ടന്റെ തലയിലേക്ക് പുറകിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. തത്സമയം തന്നെ സാൾട്ടൻ മരിക്കുകയും ചെയ്തു. വളരെ ഒരു ദാരുണമായ ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ഇവിടെ നടന്നത്. ചേട്ടാ, ഇത് എന്തായിരുന്നു സംഭവിച്ചത്? അവൻ്റെ രാവിലെ കളമശ്ശേരിയിലുള്ള ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പട്ടി വട്ടം ചാടിയതാണ്. ആ വട്ടം ചാടിയപ്പോൾ അവൻ്റെ ബ്രേക്ക് ഇട്ടപ്പോൾ പിന്നാലെ വന്ന വണ്ടി അവൻ്റെ തലയിലൂടെ കയറി ഇറങ്ങിയാണ് മരണം ഉണ്ടായത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ നായയുടെ ശല്യം ഇവിടെ രൂക്ഷമാണ്. ഇപ്പോൾ ഒരു മരണം സംഭവിച്ചപ്പോഴാണ് ഈ മീഡിയാസൊക്കെ ഇവിടെ വന്നത്. പക്ഷേ അപകടങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഞാനടക്കം പട്ടിയുടെ ആക്രമണം നേരിട്ടൊരു വ്യക്തിയാണ്. പലപ്പോഴും ഇവിടെ ഈ കടമക്കുടി പഞ്ചായത്തിൽ ഈ റോഡിൽ, പ്രത്യേകിച്ച് ഈ റോഡിൽ കാറിലൂടെ പോകുന്ന ആളുകൾ ചാക്കിലും ക്യാരി ബാഗിലും ഒക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇവിടെ ഇടുകയാണ്. അപ്പം അത് പട്ടികൾക്ക് പെരുകാനുള്ളൊരു കാരണമാണ്. അപ്പോൾ അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഇവിടെ കണ്ടെയ്നർ റോഡ് വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടില്ല. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് ഒരു വലിയൊരു കാരണമാണ്. ഈ ഇരുട്ടിൻ്റെ മറവിലാണ് ഇവിടെ ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത്. ഇവിടെ തെരുവ് നായ ശല്യം രൂക്ഷമാണ് എന്നുള്ളൊരു പരാതി സമീപവാസികൾ ഏറെ നാൾക്ക് മുന്നേ പരാതി നൽകിയതായിരുന്നു. എന്നാൽ അധികൃതർ ഇതിനെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ തെരുവ് നായ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് സംസ്ഥാനത്തുടനീളം ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിൽ വരെ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.